ദിലീപ് കുമാർ, NIA അന്വേഷണം ഏറ്റെടുക്കാൻ പോവുകയാണല്ലോ. NIA സംഘം നാളെ എത്തും. ഒപ്പം ആഭ്യന്തരമന്ത്രി ജമ്മു കാശ്മീരിൽ നേരിട്ടെത്തി അവിടുത്തെ നടപടികൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു നടപടികൾ വരിക? ബൽറാം, ദിലീപ് കുമാർ. ഉന്മേഷ്, രാജ്യത്തെ ഞെട്ടിച്ച ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ഈ ഭീകരാക്രമണത്തിന് ഇരയായവരുടെ കുടുംബത്തിന് സഹായം, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ രാജ്യമൊന്നാകെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശാനുസരണമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലെത്തി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ തുടങ്ങിയവരുമായി ചർച്ച നടത്തുന്നത്. നേരത്തെ ശ്രീനഗറിലേക്ക് തിരിക്കും മുമ്പ് ഡൽഹിയിൽ തൻ്റെ ഔദ്യോഗിക വസതിയിൽ ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷമാണ് അമിത്ഷാ ശ്രീനഗറിലേക്ക് തിരിച്ചത്. പാകിസ്ഥാൻ അനുകൂല സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുടെ പുതിയ പ്രാദേശിക വിഭാഗം ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്, അവരാണ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഈ പുൽത്തകിടികൾ നിറഞ്ഞ ബൈസാരൻ താഴ്വരയിലേക്ക് ഭീകരർ എത്തുകയും തുരുതുര വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തത്. പച്ച പുൽത്തകിടികൾ നിറഞ്ഞ് ദേവദാരു മരങ്ങൾ അടുത്തുള്ള ഒരു വലിയൊരു താഴ്വരയാണ് ഈ ബൈസാരൻ താഴ്വര. 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ബൈസാരൻ താഴ്വരയുള്ളത്. ഇവിടേക്ക് നടന്നു പോവുകയോ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോവുകയോ ഉള്ളൂ മാർഗം. അല്ലാതെ നമുക്ക് ഈ വാഹനങ്ങളിലൂടെ അവിടേക്ക് എത്തുക എന്നത് കഴിയില്ല. ഈ കുതിരസവാരി കഴിഞ്ഞ് എത്തിയ വിനോദസഞ്ചാരികൾ അതോടൊപ്പം തന്നെ അവിടെ വിശ്രമിച്ച്, ഈ ഭീകരാക്രമണം വളരെ ക്ലോസ് റേഞ്ചിലുള്ള ആക്രമണമായിരുന്നു വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായത്. കൺമുന്നിൽ ഭർത്താവ് പിടഞ്ഞു വീഴുന്നതിന്, ഭീകരാക്രമണത്തിൽ പിടഞ്ഞു വീഴുന്നതിന് സാക്ഷിയാണ് കർണാടകയിൽ നിന്നുള്ള പല്ലവിയും ഭർത്താവും മഞ്ജുനാഥും ഇളയ മകനുമായിട്ടാണ് അവിടേക്ക് ശ്രീനഗറിലേക്ക് ഈ ബൈസാരൻ താഴ്വരയിലേക്ക് പോയിരുന്നത്. ഭീകരർ ഈ ആക്രമണം നടക്കുമ്പോൾ തന്നെ കൂടി കൊല്ലൂ, തന്നെ മാത്രം ഒഴിവാക്കേണ്ടതില്ല എന്ന് ഈ കർണാടക സ്വദേശിയായ പല്ലവി പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യില്ല, അത് നരേന്ദ്രമോദിയോട് ഇക്കാര്യം പറയൂ എന്നായിരുന്നു ഭീകരർ പറഞ്ഞതെന്നാണ് പല്ലവി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അങ്ങനെ ദാരുണമായ ദൃശ്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പ്രദേശവാസികൾ തന്നെ സധൈര്യം മുന്നോട്ട് വരികയും അവർ തന്നെ കുതിരപ്പുറത്ത് ഈ പരിക്കേറ്റവരുമായി അവരെ പുറത്തേക്ക് എത്തിക്കുകയുമാണ് ചെയ്തത്. അർദ്ധസൈനിക വിഭാഗങ്ങളൊക്കെ ഈ താഴ്വര വളഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഈ ഭീകരരെ, ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ജമ്മുവിലെ കിഷ്ത്വാറിൽ നിന്നാണ് ഈ ഭീകരർ അവിടേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. ഏതായാലും പാകിസ്ഥാൻ്റെ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും അതിൻ്റെ മറ്റു കാര്യങ്ങളുമൊക്കെ, അതായത് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നതൊക്കെ അന്വേഷിച്ച് വരുന്നത്. പാകിസ്ഥാൻ പ്രത്യേകിച്ച് നേരത്തെ തന്നെ ലഷ്കർ-ഇ-തൊയ്ബയും ജെയ്ഷെ മുഹമ്മദുമൊക്കെ പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനകളാണ്. ആ ഭീകര സംഘടനകൾ അവർ മതപരമായ ചില പേരുകൾ, ചില പരാമർശങ്ങൾ ഈ സംഘടനകളുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ പദങ്ങൾ ഒഴിവാക്കി ഒരു പുതിയൊരു സംഘടന എന്ന നിലയിൽ പ്രവർത്തിക്കണമെന്ന പാകിസ്ഥാൻ്റെ നിർദ്ദേശപ്രകാരമാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഈ കശ്മീർ താഴ്വരയിൽ പ്രവർത്തിക്കുന്നതെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് നേരത്തെ തന്നെ ലഭിച്ചിട്ടുള്ള വിവരം. 2019 ശേഷമാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് രൂപീകൃതമാകുന്നത്. അവിടെ കശ്മീരിലെ ന്യൂനപക്ഷം വരുന്ന കശ്മീർ പണ്ഡിറ്റുകൾ, സിഖുകാർ തുടങ്ങിയവരെതിരെയുള്ള ചില ഒറ്റപ്പെട്ട ആക്രമണങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്ര വ്യാപകമായി ഒരു വലിയ മനുഷ്യക്കുരുതി ഇവർ നടത്തുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിരിക്കാം. അതുമാത്രമല്ല, ഈ കശ്മീർ താഴ്വരയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കു നേരെയും ഇത്ര ഒരു വലിയ ആക്രമണം നടക്കുന്നതും ഇതാദ്യമായാണ്. ജമ്മു കാശ്മീർ സാധാരണ നിലയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ഈ ഭീകരാക്രമണങ്ങളും വെടിയൊച്ചകളും ഒക്കെ ഇല്ലാത്ത ദിവസങ്ങളിലേക്ക് പോകുന്നു. അവിടെയുള്ള ജനങ്ങൾ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട്, കൃഷിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഉപജീവനം അവർ പ്രധാനപ്പെട്ട വരുമാന മാർഗമായി കാണുന്നു എന്ന ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും കശ്മീരിനെ സംബന്ധിച്ച് അത് അവിടുത്തെ സാധാരണ ജീവിതം എന്ന നിലയിലേക്ക് അതെല്ലാം മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ പാകിസ്ഥാൻ ആയിരിക്കാം ഇതിൻ്റെ പിന്നിൽ, ഈ ആക്രമണത്തിന് പിന്നിൽ, ഭീകരാക്രമണത്തിന് പിന്നിൽ
അവർ പരിശീലിപ്പിച്ച് വിട്ടവരാകാം എന്ന നിലയിലേക്ക്, അതായത് ഇവിടുത്തെ സാധാരണ ജീവിതം എന്ന നിലയിൽ കശ്മീർ ജനതയുടെ ജീവിതം പോകുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അട്ടിമറിക്കുക, രാജ്യാന്തര തലത്തിൽ കശ്മീർ വീണ്ടും ചർച്ചയാക്കുക, പാകിസ്ഥാനിൽ തന്നെ ബലൂചിസ്ഥാൻ മേഖലയിൽ നടക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മൂക്കുകുത്തുന്നത്, ഇതൊക്കെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാകാം ഇത്തരത്തിലുള്ളൊരു ഭീകരാക്രമണം പാകിസ്ഥാൻ ഇങ്ങനെ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പലരും വിലയിരുത്തുന്നത്. ഏതായാലും രാജ്യത്ത് നടുക്കിയ ഭീകരാക്രമണമാണ് ഉണ്ടായത്. ലോകരാഷ്ട്രങ്ങൾ ഇതിനെ അപലപിക്കുന്നുണ്ട്. അമർനാഥ് തീർത്ഥാടനത്തിന് 38 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തീർത്ഥാടനത്തിന് ഇനി ഏതാണ്ടൊരു മാസം, 1-2 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ജൂലൈ 3-നാണ് ഈ അമർനാഥ് തീർത്ഥാടനം തുടങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ ജമ്മു കാശ്മീർ ഭരണകൂടവും കേന്ദ്ര സർക്കാരുമൊക്കെ ദ്രുതഗതിയിൽ നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു വലിയ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്. ബി ദിലീപ് കുമാറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.